ഹായ് ഡിയേഴ്സ്, ഇന്ന് വീട്ടിൽ നോമ്പ് തുറക്കാനായിട്ട് ഉണ്ടാക്കിയത് മിനി കട്ട്ലേറ്റാണ് കേട്ടോ. സാധാരണ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണെന്നുണ്ടെങ്കിലും അത്രയും ടൈം ഈ ഒരു കട്ട്ലേറ്റിന് ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. അത് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. ഇനി അത് കൈ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റുന്നുണ്ട്. ഇനി അത് കൈ വെച്ചിട്ട് ഉടച്ചെടുക്കണം. ചൂടൊക്കെ നോക്കിയിട്ട് വേണം ഉടച്ചെടുക്കാൻ. ഇത് ചെറിയൊരു ചൂടുണ്ടായിരുന്നു, എന്നാലും ഞാനത് കൈ വെച്ചിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 പൊട്ടറ്റോയും നല്ലപോലെ തന്നെ ഉടച്ചെടുത്തു. ഇനി അതിലേക്ക് കൃഷി ചെയ്തിട്ടുള്ള ഉണക്കമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. രണ്ടും പാകത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം, എരിവ് കൂടി പോകാനും പാടില്ല. പിന്നെ ഉപ്പ് ചേർത്തു. ഇനി ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 സ്പൂണ് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്തിട്ടാണ് കുഴച്ചെടുക്കുന്നത്. വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വേണമെന്നുണ്ടെങ്കിൽ കയ്യിലൊട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയോ എന്തെങ്കിലും ഓയിലോ ഒക്കെ കയ്യിലാക്കി തടവി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് മല്ലിയില ആവശ്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർക്കണ്ട. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മല്ലിയില കൂടെ ചേർത്തിട്ട് നല്ലപോലെ തന്നെ കുഴച്ചെടുത്തിട്ട് ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഞാനിവിടെ ചെറിയ ബോൾസ് ആക്കിയിട്ട് അത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് മാറ്റിയെടുത്തിട്ടുള്ളത്. കറക്റ്റ് സ്ക്വയർ ഷേപ്പിലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിലും ഏകദേശം ഒരു സ്ക്വയർ ഷേപ്പാക്കി ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാൻ 2 മുട്ട എടുത്തിട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്. നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് തയ്യാറാക്കിയിട്ടുള്ള ഓരോ ബോൾസും അല്ലെങ്കിൽ ഓരോ കട്ട്ലറ്റുകളും എന്ത് ചെയ്യണം, ഈ മുട്ടയ്ക്കകത്ത് മുക്കിയെടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാ കട്ട്ലറ്റുകളും ഞാനിങ്ങനെ മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തിട്ടെടുത്തു. ഇനി പാകത്തിന് എണ്ണ, ഇത് ഒരു കട്ട്ലറ്റ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ഒഴിച്ചിട്ട് ഇതൊന്ന് ചെറിയൊരു ബ്രൗൺ കളറാകുന്നത് വരെ ഒന്ന് എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇതാ എൻ്റെ മിനി കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. ചൂടോടെ തന്നെ കഴിക്കുമ്പോഴാണ് അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.